ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങളിന്ന് സാധനങ്ങളൊക്കെ നേരത്തെ കുറച്ച് കിടത്താൻ തുടങ്ങി കേട്ടോ. അപ്പോൾ തന്നെ പിന്നെ എന്താ പറഞ്ഞാൽ നമുക്ക് വേഗം എടുത്ത് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് കടത്താൻ പിന്നെ റിയാസ്ക്ക് ഞാനും റൻഷിമോളും കുട്ടികളും തന്നെ ഉണ്ടായിരുന്നു. ഉമ്മ മണ്ണാർക്കാടായിരുന്നു. പിന്നെ എല്ലാം കടത്തി കയറി അവസാനം കേട്ടോ ഉമ്മ വന്നത്. പിന്നെ കൊണ്ടുപോകാൻ കുറച്ച് പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കട്ടിൽ, നമ്മുടെ ഗ്യാസ് അടുപ്പ് വെച്ച അതൊക്കെ ഒരുപാട് പഴയതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പരിചയപ്പെട്ട ആരെങ്കിലും വീട് മാറി പോകുമ്പോൾ തരുന്ന സാധനം കേട്ടോ. അത് പഴയത് കട്ടിലും ഇതൊക്കെ. പിന്നെ നമ്മൾ മുകളിലൊക്കെ ആകുമ്പോൾ അതൊക്കെ കയറ്റാനും പാടാണ്. പിന്നെ വൃത്തിയുള്ള വീടായതുകൊണ്ട് നമ്മുടെ ഈ പഴയ സാധനമൊക്കെ ഒഴിവാക്കുക വിചാരിച്ചാൽ കട്ടിലൊക്കെ കുറേ കൊല്ലമായിട്ട് നമ്മൾ പാത്തുൻ്റെ അപ്പിയും മൂത്രമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ചു. പിന്നെ കണ്ടില്ലേ ജനലൊക്കെ കണ്ടോ, നമ്മുടെ എലി കാട്ടി വെച്ചിരിക്കുന്നത് നമ്മളൊക്കെ മറച്ച് വെച്ചതായിരുന്നില്ല, പലകൊക്കെ ഇങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ എലി കാണിച്ച അട്ടുളിയാണ് കാണുന്നത്. പിന്നെ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ ഈ കുട്ടികളുടെ അടുത്ത് ഫോൺ കൊടുത്തിട്ട് എന്താണെന്ന് അറിയില്ല, ഒക്കെ ഡിലീറ്റ് ആയി പോയിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ ഗ്യാസ് വെച്ചതും കട്ടിലൊക്കെ ഇട്ട്. അപ്പോൾ നമ്മൾ നമുക്ക് ഇനി പോണോടെ അടുപ്പൊന്നും കത്തിക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ തൊട്ടുപിടുത്ത താത്ത വേണമെന്ന് പറഞ്ഞപ്പോൾ കത്തിക്കാൻ കൊടുത്തു കേട്ടോ. നമ്മൾ വിറ്റാലും ഒന്നും കിട്ടില്ല, പിന്നെ എവിടെ കൊണ്ട് കൊടുക്കാമെന്നും അറിയില്ല. അങ്ങനെ ഞാനതൊക്കെ ആ താത്താക്ക് കൊടുത്തിട്ടാണ് പോയത്. കുറേ വീഡിയോ നമ്മുടെ അലമാര മാറ്റിയപ്പോൾ വലിയൊരു കാണേണ്ട ഒരു കാര്യം, അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചേട്ടൊക്കെ മിസ്സായിപ്പോയി. പിന്നെ സാധനം കിടത്തിയ ക്ഷീണം എന്നൊക്കെ കണ്ട് ഞാൻ വീഡിയോ അധികം എടുക്കാനും നിന്നില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നല്ല നമ്മുടെ എന്തായാലും ഈ വീട് ഇത്രയും 7 വർഷം നമ്മളിവിടെ ഇരുന്നിട്ട് പോകുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നല്ല വീട് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. എന്നിപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ദിവസം കൊണ്ട് എല്ലാതും കിടത്തി അവസാനം നമ്മുടെ എല്ലായിടത്തും പോകാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇരിക്കണത് അല്ലേ, സാധനമൊക്കെ കിടത്തി വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ ഫാത്തിമ. ഇനി അവളെപ്പോഴും ഇങ്ങോട്ട് വരിക, ഇടിഞ്ഞു പൊളിഞ്ഞാല് നമ്മൾ ഇത്രയും വർഷം ഇരുന്ന വീടല്ലേ അല്ലേ. പേര് പറ, ഫാത്തിമ എന്ന് പറയാ. എന്താ രോമം നോക്കടി കയ്യില്, രോമക്കുത്ത് നോക്കടി കയ്യില്. പിന്നെ ഈ സാധനങ്ങൾ കിടത്തുന്ന സമയമായതുകൊണ്ട് എനിക്കധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ തന്നെയൊക്കെ ചെയ്യണ്ട. എന്നാലും ഞാൻ അങ്ങനെ കടത്തലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പാമ്പ് വെച്ച് എടുത്ത വീഡിയോ കേട്ടോ അത്. പിന്നെ ഇനി നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ വീടൊന്ന് ഹോം ടൂർ ചെയ്യണം. പിന്നെ എല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. എന്നാലും ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്ത് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോക്ക് വെയിറ്റിംഗ് ആയിരിക്കും എന്ന് എനിക്കറിയാം. ഒരുപാട് വെയിറ്റിംഗ് ആക്കണോണ്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറേ റിസ്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അത് എഡിറ്റ് ചെയ്തിട്ട് എടുത്ത് മക്കളെ നോക്കണം, ഒക്കെ പണി തന്നെയാണ്. അപ്പം ഞാൻ അവിടെയും പോയിട്ടൊന്ന് ഒതുക്കാണ്ട്, അപ്പോൾ അവിടെ പോയി ഒന്ന് ഒതുക്കി സെറ്റാക്കിയ ശേഷം ഞാൻ ഹോം ടൂർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായ ശേഷം പിന്നെ ഉമ്മ ഇതാട്ടോ വന്നത്, എല്ലാം കടത്തി കഴിഞ്ഞിട്ട് അമ്മ വന്നത്. അതുകൊണ്ട് പിന്നെ ഉമ്മക്കധികം പണിയൊന്നുമില്ല, ഒക്കെ ഞാൻ തന്നെയാണ്. ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഹോം ടൂറൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരാം കേട്ടോ കൂട്ടുകാരെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.